നമസ്കാരം. എനിക്കെതിരായി വന്നിട്ടുള്ള ഒരു പ്രചരണം VS-നെ വെട്ടിക്കൊന്ന് പട്ടിക്കിട്ടുകൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞു വന്നാണ്. നിലമ്പൂരിലെ CPM സ്ഥാനാർത്ഥി M. സ്വരാജാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എതിർ പാർട്ടിക്കാരിൽ നിന്നോ സ്ഥാനാർത്ഥിയിൽ നിന്നോ അല്ല, അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്ന് തന്നെയാണ്. കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മുതിർന്ന CPM-കാരനായ VS അച്യുതാനന്ദനെതിരെ ഒരു പരാമർശം നടത്തിയിരുന്നു. ഒരു പാർട്ടി ഘടകത്തിലാണ് അദ്ദേഹത്തിൻ്റെ പരാമർശം വന്നത്. VS-ന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണം എന്ന തരത്തിൽ, VS-നെ വെട്ടി പട്ടിക്കിട്ട് കൊടുക്കണം എന്ന തരത്തിലാണ് അന്നത് മാധ്യമങ്ങളൊക്കെ വാർത്തയാക്കിയത്. പക്ഷേ M. സ്വരാജ് എന്ന വ്യക്തി അത് നിഷേധിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ പറയാൻ സാധ്യമല്ല. പാർട്ടി ഘടകങ്ങളിലൊന്നും അങ്ങനെ അത്തരം വാചകങ്ങൾ പറയാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന തരത്തിലൊക്കെയാണ് അദ്ദേഹം അതിന് പിന്നീട് മാധ്യമങ്ങളോട് മറുപടി പറഞ്ഞത്. മാത്രമല്ല ഈ വാർത്ത കൊടുത്ത പത്രത്തിനെതിരെ അദ്ദേഹം കേസും കൊടുത്തിട്ടുണ്ട്. ആ കേസ് ഇപ്പോഴും നിലവിലുണ്ട് എന്ന തരത്തിലൊക്കെയാണ് പറയുന്നത്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ VS അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണമെന്ന് M. സ്വരാജ് പറഞ്ഞിട്ടില്ല, താൻ അങ്ങനെ പറയില്ല എന്ന് അയാൾ വാദിക്കുകയാണ്. എന്നാൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന VS അച്യുതാനന്ദൻ എന്ന പാർട്ടിയുടെ ഏറ്റവും തലമുതിർന്ന നേതാവായ, ഒരിക്കൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കൂടിയായിരുന്ന VS അച്യുതാനന്ദൻ അന്ന് തന്നെ അത്തരം ഒരു പരാമർശത്തിന് മറുപടി കൊടുത്തിരുന്നു. ആ മറുപടി കൂടെ കേട്ടതിന് ശേഷം തീർച്ചയായിട്ടും അത് കേൾക്കുന്ന ആർക്കും ഒരു നിഗമനത്തിലെത്താൻ പറ്റും ഈ M. സ്വരാജ് അത് പറഞ്ഞോ ഇല്ലയോ എന്ന്. ആ മറുപടി കൂടി ഒന്ന് കേട്ടു നോക്കാം. VS അച്യുതാനന്ദനെ ക്യാപിറ്റൽ പണിഷ്മെന്റ് നടത്തണം എന്നുള്ള തരത്തിൽ ക്രൂശിക്കാനുള്ള മുദ്രാവാക്യങ്ങൾ ഇന്ന് വിളിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, 43-ൽ കയ്യൂർ കൃഷിക്കാരവരുടെ പാട്ടമാര സമ്പ്രദായങ്ങൾ കുറയ്ക്കുന്നതിനും നിലത്തിൽ സ്ഥിരാവകാശം കിട്ടുന്നതിനും വേണ്ടി പോരാടിയതിന്റെ ഫലമായി 4 കൃഷിക്കാരുടെ യുവാക്കളെയാണ് തൂക്കുമരമേറ്റിയത്. ക്യാപിറ്റൽ പണിഷ്മെന്റ് ഞങ്ങൾ നേരിട്ടവരാണ്. ക്രൂരമായ മർദ്ദനവും അതേപോലെ തന്നെ തൂക്കുകയറും എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് നേരിട്ട ഞങ്ങളെ ഇപ്പോൾ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞ് ഭയപ്പെടുത്താൻ ശ്രമിച്ചാൽ അത് വിലപ്പോകില്ലെന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇപ്പോൾ എന്തായാലും കാര്യങ്ങൾക്ക് വ്യക്തത വന്നല്ലോ. M. സ്വരാജ് VS അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണമെന്ന് വാദിച്ചോ ഇല്ലയോ എന്ന കാര്യത്തിൽ VS-ൻ്റെ മറുപടിയോടുകൂടി തന്നെ അതിനൊരു ഉത്തരമായിരിക്കുകയാണ്. ഇനി ഈ M. സ്വരാജ് എത്ര കടന്ന് മെഴുകിയിട്ടും ഒരു കാര്യവുമില്ല. ഇപ്പോഴും ഈ ജീവിച്ചിരിക്കുന്ന VS അച്യുതാനന്ദനെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന് അനുയായികളായിട്ടുള്ള ലക്ഷക്കണക്കിന് CPM-കാർ ആ പാർട്ടിയിൽ ഇപ്പോഴും ബാക്കിയുണ്ട് എന്നിരിക്കെ M. സ്വരാജ് ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്നത് കോൺഗ്രസിൽ നിന്നോ BJP-യിൽ നിന്നല്ല, അവരുടെ പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള VS അനുകൂലികളിൽ നിന്ന് തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് പറയാനുള്ള കാരണം ഇപ്പോൾ വീണ്ടും VS-നെ വെട്ടി പട്ടിക്കിട്ടു കൊടുക്കണം എന്ന് പണ്ട് ഈ M. സ്വരാജ് പറഞ്ഞ അതേ വാചകങ്ങൾ വീണ്ടും മാധ്യമങ്ങളിലൂടെ ഈ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതിനെ കൂടി മറികടന്നുകൊണ്ട് വേണം അവിടെ M. സ്വരാജിന് മത്സരിക്കാൻ. അദ്ദേഹം ജയിക്കുമോ ഇല്ലയോ എന്നുള്ള വിധി കൂടി ഒരുപക്ഷെ ഇതിനെ കൂടി ആശ്രയിച്ചിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല, സംശയവുമില്ല.